ഈശ്വരീ കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗന്നാഥ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതോ മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥമറിയിലാഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കുന്നതൻ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവനനന്ദനാദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം, ജഗതുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ, അദ്വയനാദ്യന ജനവ്യയനാത്മരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശ്വൻ. മാനുഷ്യനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാത മസമൃതമാകുലം. സീതാരാഘവ മരുൾസൂനു സംവാദം മോക്ഷ സാധനം ചൊൽവാൻ നാദേ കേട്ടാലും തെളിഞ്ഞു നീ. മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായ തമസംവൃതമാകമൂലം. സീതാരാഘവ മരുൾസൂനു സംവാദം മോക്ഷ സാധനം ചൊൽവൻ നാദേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ, പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി, ദേവകണ്ഠകനായ പങ്കികണ്ഠനെ കൊന്നു. ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യയ്ക്കു പൂക്കഭിഷേകവും ചെയ്തു. സത്തമാത്രാത്മാ സകലേശന വ്യയന്നാഥൻ, മിത്രപുത്രാദികളാം മിത്രവർഗത്താലും മറ്റുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകാസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗച്ചറാമ്യവാം ചരിതവും കേട്ടാനന്ദിച്ചു. വികസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗച്ചരവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മലമണില സൽകാഞ്ചന സിംഹാസനെ തൊന്മായാദേവിയായ നിർമ്മലമണില സൽകാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലം മാറുഭക്ത്യ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണ നന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ,
എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിലഭേദമായുള്ളൊരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലുമൊരു നേര മാശയുമില്ലയല്ലോ നിർമ്മലാത്മ ജ്ഞാനത്തിനിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിലു ഉത്തമോത്തമനടോ ഈ രാമദേവനേവ മരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്ത പ്രവര കേട്ടാലും നീ സച്ചിദാനന്ദ മേഘമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്തമാത്രം നിശ്ചയിച്ചറിഞ്ഞു കൂടാതൊരു വസ്തു എന്നും നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം നാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാദരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നും തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പൂക്കും യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിലി രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരകല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൂക്കും മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണി ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൾപൂക്കൂ തടുത്തോരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കി വൻപടയോടയോധ്യയും പൂക്കും ദ്വാദശ സംവത്സര മിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവു കൈകേയും മുടക്കിയതു മൂലം പ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ മിത്രാരിപുരം പൂക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദയ ക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം പൂക്ക കാലത്തു വിരാജനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ ദക്ഷോ വംശത്തെ ഒടുക്കുവാൻ
പോക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ ദശോ നായകനുടെ സൗദരീ ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു ഉന്നതനായകരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. ശൂർപ്പണഖ പോയി രാവണനോടു ചെന്നാൾ മായയാ പൊന്മാനായി വന്നൂരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിനു മോക്ഷം നൽകി രാക്ഷസാവേഷം പൂണ്ട കവന്തൻ തന്നെ കൊന്നു മോഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു. മോഷധൻ അവളുടെ പൂജയും കൈക്കൊണ്ടത മോഷദാനവും ചെയ്തു പൂക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പോതന്യോന്യം സഖ്യം ചെയ്തു മിത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. ചിതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര മാതൃകൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പവകൻ തങ്ങൾ മറഞ്ഞിരുന്നെന്നെ പിന്നെ പാവനയെന്നു ലോക സമ്മതമാക്കിക്കൊണ്ടു പവകനോടും വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം വാങ്ങിക്കൊണ്ടയോധ്യയാം രാജ്യത്തിന് അഭിഷേകവും ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിടിനാൽ ജഗന്നാഥൻ. ജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൾ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായ ദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദഭിരാമനവ്യയനേകാനന്ദാത്മാ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വം ഭൃംഗ രാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചൊൽകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമ ഹീനമാനന്ദമൂർത്തി. ും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്കയില്ലൊരു നാളും നിർമ്മലൻ പരിണാമ ഹീനാനന്ദമൂർത്തി. ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതും താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണത്തെ അനുസരിക്കയാൾ. തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോടുര ചെയ്തു. പരമാത്മാവുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതും ജീവാത്മാവറികടോ തേജോരൂപിണിയാകും എന്നുടെ മായതങ്ങൾ വ്യാജമെന്നിയെ വിരലിക്കുന്നു കവിവരാം. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ
സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യ കാരുണ്യത്താൽ മത്ഭക്തനായുള്ളവനി പദമറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മത്ഭക്തി വിമുഖന്മാർ ശാസ്ത്രഗ്രന്ഥങ്ങൾ തോറും തൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമീ ഒരു നാളും മത്ഭക്തിഹീനന്മാരായി മേവിടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതെടോ. പരമുപദേശമില്ലിതിന്മീതെയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു. മഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്ത സാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ട നാരദം പഠിച്ചിടുന്ന പോമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നായിരും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരോടന്നതു സത്യമല്ലോ. ജാതിനിന്ദൻ പരസ്ത്രീ ധനഹാരി പാവി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തോയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റ മെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരുമത്തയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോ ഗലിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലല്ലോ. നിർണയമതു മൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്കും വിദ്യയുണ്ടാകയില്ലല്ലോ. കിംഷണന്മാരായുള്ളോർക്ക് അർത്ഥവുമുണ്ടായി വരാം, ക്രിമണന്മാർക്കു നിത്യ സൗഖ്യമുണ്ടായി വരാം. കിം ദേവതമാർക്കും ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളീ ചെയ്തിടണം. മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ നീശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുന്നരുൾ ചെയ്തു. വേദാഭൂഷതകോടി ഗ്രന്ഥവിസ്തരം പുര വേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനർ24,000 നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്താർത്ഥമായി ചമച്ചാനതിരിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുര. അധ്യാത്മരാമായണമെന്ന പേരിന്നിത അധ്യായനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം.
പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാർ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവിയും ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം. വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുന്നേ മറ്റൊരു കഴിവില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോരാരൂഢഗേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. പാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൾ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാം ദുർദശമായ ഭവദ്രൂപം മനോഹരം ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനനപൂർണം ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹര മിന്ദീവരക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സാഞ്ചലവത്സം പാദപങ്കജഭക്ത വത്സലം സമസ്ത ലോകോത്സവം സൽസേവിതം. കിരീടോജ്ജൽ കുണ്ടലമുക്ത ഹാരകേയൂരാംഗത കടക കടിസൂത്ര വലയാങ്കുലീയ ആധ്യാകില വിഭൂഷണ കലിത കളേവരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുക ഭവൻ മധുരസ്ഫുടാശരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൾ. പരമാനന്ദമൂർത്തേ ഭവാൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ. നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാമൃതദ്വയമേകം നിത്യവും നമോസ്തുതേ. കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോധന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണം മെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ് മന്ദിരേ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം. ഭക്തവത്സലാ പോറ്റി സംസാരമായ പരിത തപ്തമാനസന്മാരാം പുംസ്വാം തൊൽഭക്തി ഒഴിഞ്ഞില്ല പോഷജമേതും മരണമോർത്തു മമ മനസ്സി പരിതാപം. കാരുണ്യാമൃതനിധേ പെരികെ വളരുന്നു മരണമകലെ തവ തരുണാരുണ സമ ചരണസരിജ സ്മരണയുണ്ടാവാനായി കരികവരം നാദ കരുണാകരാ പോറ്റി ശരണം ദേവ രമാരമണാധരാപദേ. പരമാനന്ദമൂർത്തേ ഭവാൻ ജയ ജയം പരമപരമാത്മൻ പരബ്രഹ്മാഖ്യാ ജയം
പരചിന്മയ പരാപര പത്മാശ ജയ ഭരതനാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനനിധി സ്തുതിച്ചോരു നേരം മധുരതരമതി വിശദ സ്മിതപൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാൻ ഇവിടേക്കുഴറ്റോടെ വരുവാൻ മൂലമതു ചൊല്ലുകെന്നതു കേട്ടും സരസീരുക പവനീവണ്ണമുണർത്തിച്ചു. തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലുണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം ഉരുത്തിരിക്കുന്നിരിക്കാലം നാഥ പൗലസ്ത്യതനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ ബലദർപ്പിതനായിട്ടതി നിർദ്ദയം മുരിക്കുന്നു വിശ്വത്തെ എല്ലാമയ്യോ ലോകപാലകന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗാശാസനവും ചെയ്തിനാൽ ദശാനനൻ യാഗാദി കർമ്മങ്ങളും മുടക്കിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും പത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ നിന്തിരുവടി തന്നെ മധ്യനായി പിറന്നിനി പന്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിതേ സന്തതം നമസ്കാര മതിനു മധുരിവോ ചെന്തളിരടിയണ ചിന്തിക്കായി വരേണമേ പത്മസംഭാനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാപാർത്ഥം പുര കശ്യപ പ്രജാപതി ദത്തമായി ധ്രുവരം സുപ്രസന്നേനമായ തസ്വജ സത്യം കർത്തുമുദ്യോഗമദ്ദൈവമേ കശ്യപൻ ദശരനാംന രാജേന്ദ്രനായ കശ്യപദീതലെ തിഷ്ടദ്രതുനാ വിദാതാവേ തസ്യാ വല്ലഭയാവുമതിഥി കൗസല്യയും സസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശേശ്വരി യോഗമായാ ദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിൽ യോനിജയുണ്ടായി വരൂ മാതിഥേയന്മാർ കവിവീരരായി പിറക്കേണം മേദിനി ദേവിക്കധികാരം കൊണ്ടുണ്ടായോരു വേദന തീർപ്പാനെന്നരുൾ ചെയ്തു നാഥൻ വേദനായകനെ അയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം മാതി തീർന്നതു നേര മാതിനായകൻ മറഞ്ഞിതിനോരാശ നോക്കി ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൽ മേദിനി ദേവിയെയു ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം ദാനാവരാതി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശ്വനായ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമി മണ്ഡലെ പിറക്കേണം മാനിയാം ദശാനന കൃത്യന്മാരാകും യാതു ദാനവീരന്മാരോട് യുദ്ധം ചെയ്വതിനോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായേതും വൈകിടാതെ സൂത്രമാദികളോടു പത്മസംഭവൻ നിജ പതൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി
സത്യലോകവും പൂക്കു സത്വരം ധാത്രി